ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ പീതാംബരനാണ്, പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിപ്പോൾ ഒരു രാജി ഒഴിവായി എന്ന് പറഞ്ഞാൽ, ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ആശ്വാസമാണ്. പക്ഷേ സർക്കാരിന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയമൊക്കെ ഉന്നയിച്ച് പ്രതിപക്ഷത്തെ ആക്രമിക്കാനുള്ള അവസരം, അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പ്രതിച്ഛായ, മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായക്ക് ഉയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നീക്കം, ഈ രണ്ട് വിഷയത്തിലും സർക്കാരിന് തിരിച്ചടിയല്ലേ യഥാർത്ഥത്തിൽ ഈ ഗണേശിന്റെ വിവാദം? അത് രണ്ടും രണ്ടല്ലേ, നമ്മ രണ്ടായിട്ട് കാണണ്ടേ? കാരണം ഗണേഷ് കുമാറിന്റെ കുടുംബത്തിൽ ഇപ്പോഴുള്ള പ്രശ്നമല്ല, അച്ഛൻ മരിച്ചതിന് ശേഷം, അതായത് ആർ ബാലകൃഷ്ണപിള്ള മരിച്ചതിന് ശേഷം അവിടെ പ്രശ്നങ്ങളുണ്ടായി, സ്വത്ത് തർക്കം ഉണ്ടായി, പെങ്ങളുമായിട്ട് തെറ്റി. ആ രൂപത്തിൽ നിൽക്കുമ്പോൾ അവർ നാത്തൂനും കൂടി ഒന്നിച്ചു എന്നല്ലാണ്ട് അതിലിപ്പോ വേറെ പ്രശ്നം തീരണ്ടേ? കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നവും ഇതും കൂടി ഒന്നിച്ചു മുമ്പ് കിട്ടുന്നത് എന്തിനാണ്? ഒരു കുടുംബ പ്രശ്നമല്ലേ ഇത്? ആ സ്ത്രീകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ദോഷത്തിൽ വല്ലതൊക്കെ വിളിച്ചു പറയും. ആ സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ്. അങ്ങനെയാണ് ശ്രീ പീതാംബരൻ, സ്ത്രീകൾക്ക് വിഷമമുണ്ടാകുമ്പോൾ വിളിച്ചു പറയും എന്നൊക്കെ പറയും, സ്ത്രീകളുടെ സ്വഭാവമാണെന്നൊക്കെ പറയുന്നത്. ഒരു സ്ത്രീ അവർ അന്തസ്സായി ജോലി എടുക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയാണ് പറഞ്ഞത്, ഇന്നലെ അവരുടെ ഭർത്താവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞത്, അവർ അവരുടെ ബെഡ്റൂമിൽ ചെല്ലുമ്പോൾ അവർ അരുതാത്ത പലതും കണ്ടു എന്ന് പറയുന്നു. അതിന്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞതിൽ നിന്ന് എന്താണെന്ന് അതിൽ കൂടുതലൊക്കെ ഒരു സ്ത്രീക്ക് തുറന്നു പറയാൻ കഴിയുന്നില്ല. അവർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. ഇത് അവർ പറഞ്ഞു, എന്നെ തെറ്റേറ്റു പറഞ്ഞു, മാപ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു, കേസിന് പോകുന്നില്ല. അത് ആ സ്ത്രീയുടെ മഹത്വം കൊണ്ട് അവർ ആ കേസിന് പോകുന്നില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവർക്ക് ഗണേശനോടുള്ള സ്നേഹം കൊണ്ട്, സ്നേഹത്തിന്റെ കൂടുതൽ കൊണ്ടൊക്കെ അവർ ചിലപ്പോൾ അങ്ങനെ തീരുമാനം എടുത്തു കാണും എന്ന് കരുതി അതിനെ എങ്ങനെ ന്യായീകരിക്കുന്നത് താങ്കൾ? അല്ല, അതെ, ന്യായീകരണമല്ല ഞാൻ പറയുന്നത്. ഒരു കുടുംബത്ത് ഭാര്യ ഭർത്താക്കന്മാരാണ്, കാണാൻ പറ്റാത്തത് കണ്ടു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾക്കറിയില്ലല്ലോ. ശ്രീ പീതാംബരൻ പള്ളുരുത്തിക്ക് അത് തെളിച്ചു പറഞ്ഞെങ്കിലേ മനസ്സിലാവുന്നുള്ള പ്രായമൊന്നും അല്ലല്ലോ ഉള്ളത്. അത്രയും ജീവിതാനുഭവങ്ങളും പ്രായമൊക്കെ കാണുമല്ലോ. അപ്പൊ അങ്ങനെ അങ്ങ് വെളുപ്പിക്കാൻ നിൽക്കാതെ. അല്ല, ഞാനിപ്പോ പറയുന്നത് ഇതൊരു കുടുംബ പ്രശ്നമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് അതല്ല, അത് സമൂഹത്തിന് ദോഷം ഉണ്ടാകണം. സമൂഹത്തിൽ ഇപ്പൊ ഈ വക പെരുമാറ്റമല്ല. ശ്രീ പീതാംബരൻ, താങ്കൾ ആലോചിക്കേണ്ടത് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമായി തീർന്നുള്ളൂ. മറുഭാഗത്ത് വേറെയും